ഹായ് ഓൾ, ഏവർക്കും മാസ്റ്റർ ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ നമുക്ക് ഷോക്കായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. നമുക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഓക്കെ, അപ്പൊ ദേവസ്വം ബോർഡ് പരീക്ഷയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഇന്നലത്തെ കേരള കൗമുദി പത്രത്തിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് പല ഉദ്യോഗാർത്ഥികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല, ദേവസ്വം ബോർഡിന് വേണ്ടി പരീക്ഷകൾക്ക് വേണ്ടി ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാപനത്തെയും ഓരോ അധ്യാപകരെയും അത് ആശങ്കയിലാക്കിയിരിക്കുക തന്നെയാണ്. കാരണം ഇതിന് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയാണ്. നമുക്ക് ആദ്യം ആ പത്രത്തിൽ വന്ന വാർത്തയൊന്ന് നോക്കാം. ഇങ്ങനെയാണ് പത്രത്തിലെ വാർത്ത: ദേവസ്വം നിയമനങ്ങൾ നിർത്തി എന്നാണ്. പ്രതീക്ഷയറ്റ് 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾ. അപ്പീൽ നൽകി റിക്രൂട്ട്മെന്റ് ബോർഡ്. ഇതാണ് കഴിഞ്ഞ ദിവസം വന്ന കേരള കൗമുദി അവരുടെ സ്പെഷ്യൽ വാർത്തയായിട്ട് പറയുന്നത്. ഓക്കെ, അതായത് ഇവര് വലിയ ഇതിൽ തന്നെ പറയുന്നുണ്ട്, LD ക്ലർക്ക് നിയമനമടക്കം തടസ്സപ്പെടും എന്ന് തന്നെയാണ്. അതായത് ദേവസ്വം നിയമനങ്ങൾ നിർത്തി എന്ന് തന്നെ അവർ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇതിൽ അവരിങ്ങനെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, നിർത്തി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഇതിലെ വാർത്ത നമുക്കൊന്ന് പരിശോധിക്കാം. 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. അതായത് എത്രയാണ്? 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷക്കാണ് ഇവിടെ മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷക്കാണ്. ഓക്കെ, നമുക്ക് ആ വാർത്തയൊന്ന് വളരെ വിശദമായിട്ടൊന്ന് നോക്കാം. ഇതാ ഇങ്ങനെയാണ് ഉള്ളത്: 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളിലേക്കുള്ള നിയമന നടപടികൾ നിർത്തിവെച്ചു. വളരെ സങ്കടത്തോടെ തന്നെ നമുക്കത് പറയേണ്ടി വരും. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്: 5 ദേവസ്വം ബോർഡുകളിലേക്കുമുള്ള നിയമന നടപടികൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിർത്തിവെച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിലെ നിയമന പ്രശ്നങ്ങളെ തുടർന്നാണ് എന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, അതുപോലെ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട കേസിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ടിന്റെ 9ാം വകുപ്പ് ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ജനുവരി 9 ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. നിയമനങ്ങൾ നടത്താനുള്ള അധികാരവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ഇത്. ഹൈക്കോടതി വിധി മറ്റ് ദേവസ്വങ്ങൾക്കും ബാധകമായേക്കുമെന്ന നിയമോപദേശത്തെ തുടർന്നാണ് നിയമന നടപടികളെല്ലാം നിർത്തിവെച്ചത്. അതായത് ഗുരുവായൂരിന്റെ വന്ന ഈ ഒരു ഹൈക്കോടതി വിധിയില്ലേ, മറ്റ് ദേവസ്വം വകുപ്പുകൾക്കും മറ്റ് ദേവസ്വങ്ങൾക്കും ബാധകമാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെ തുടർന്നാണ് നിയമന നടപടികളെല്ലാം നിർത്തിവെച്ചത്. ഹൈക്കോടതി വിധിക്കെതിരെ റിക്രൂട്ട്മെന്റ് ബോർഡ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരും ഹർജി നൽകും. സ്റ്റേ ലഭിച്ചാൽ നിയമന നടപടികൾ തുടരും. ഗുരുവായൂർ ദേവസ്വത്തിലെ താൽക്കാലിക ജീവനക്കാരും നിയമനം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇവരെയും പരിഗണിക്കാമെന്ന വിധിയെ തുടർന്നാണ് ബോർഡ് നടപടികൾ തുടങ്ങിയത്. 9ാം വകുപ്പിന്റെ സാധുത സുപ്രീം കോടതി പരിഗണിച്ചിരുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് അതിൽ പറയുന്നത്. അതുപോലെ പരിഗണിച്ചിരുന്നില്ല അന്ന് സുപ്രീം കോടതി ഈ 9ാം വകുപ്പിന്റെ ആ ഒരു കാര്യം അന്ന് പരിഗണിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിലെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാർത്തയിലുള്ളത്. കൂടാതെ ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്: 5 ദേവസ്വം ബോർഡുകളിലെ വിവിധ തസ്തികകളിലേക്കായി 1.5 ലക്ഷം പേർ റിക്രൂട്ട്മെന്റ് ബോർഡിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പാരമ്പര്യാവകാശമുള്ള തസ്തികകളിൽ ഒഴികെ ദേവസ്വങ്ങൾക്കായി നിയമനം നടത്തുന്നത് റിക്രൂട്ട്മെന്റ് ബോർഡാണ്. 2015 ബോർഡ് നിലവിൽ വന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ വർഷം മാത്രം ബോർഡ് 97 തസ്തികകളിലേക്ക് വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇതിൽ 54 എണ്ണവും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ്. 38 തസ്തികകൾക്ക് എഴുത്തു പരീക്ഷയും കഴിഞ്ഞ് ഇന്റർവ്യൂ ഘട്ടത്തിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് 20,000-ലേറെ പേർ അപേക്ഷിച്ചിട്ടുള്ള LD ക്ലർക്ക് നിയമന നടപടി അടക്കമാണ് നിർത്തിവെച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെയാണ് ഏറ്റവും വലിയ പോയിന്റ് കിടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള
നിയമന നടപടികൾ ഉൾപ്പെടെയാണ് എന്ത് ചെയ്തത് ഇപ്പോ നിർത്തിവെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടില്ലേ? എന്താ ചെയ്യാം, ഇതിലിപ്പോ നമുക്ക് എന്താണ് പറയേണ്ടതെന്നും നമുക്ക് അറിയില്ല, എന്താണ് പറയുക എന്നൊന്നും നമുക്കിവിടെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അതായത് 145 റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനം നടത്തിയ അസ്ഥികൾ 2958 ഇതുവരെ നിയമനം ലഭിച്ചവരൊക്കെയാണ് ഇതിലുള്ളത്. അതിൽ ചെയർമാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഗുരുതര പ്രതിസന്ധിയാണ് റിക്രൂട്ട്മെന്റ് ബോർഡ് നേരിടുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെയും ഒക്കെ പ്രതീക്ഷ. പക്ഷെ ഈ മൂന്നാമത്തെ ഒരു കാര്യം ഇവർ പറയുന്നത്, ഇവരെ പറയാതെ നമ്മുടെ എന്താണ് കേരള കൗമുദി ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കില്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് 20,000-ലേറെ പേർ അപേക്ഷിച്ചിട്ടുള്ള LD ക്ലർക്ക് നിയമന നടപടി അടക്കമാണ് നിർത്തി വെച്ചിട്ടുള്ളത്. ഇത് എന്നാണ് പല പ്രശ്നങ്ങൾ. നമുക്കിത് ഇങ്ങനെ ഉദ്യോഗാർത്ഥികൾ പലരും പറയുമ്പോൾ നമുക്കും കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല. കാരണം ഇവരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല. അപ്പീൽ കൊടുക്കുന്നു മാത്രമേ വന്നിട്ടുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പൊ കേരള കൗമുദി ഇങ്ങനെ ഒരു വാർത്ത എന്താണ് അവരുടെ സ്പെഷ്യലായിട്ട് കൊടുത്തത് കൊണ്ട് മാത്രം നമ്മളത് അറിഞ്ഞു. ഓക്കെ, നമ്മൾ പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പോയി അന്വേഷിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെ അവർ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. നിയമന നടപടികൾ മറ്റുള്ള വ്യവസ്ഥയെ ബാധിക്കുമെന്നും പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നിർത്തിവെച്ചു എന്ന് തന്നെ ആണ് ഇവർ ഇവിടെ പറയുന്നത്. ദേവസ്വം നിയമനങ്ങൾ നിർത്തി എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ എന്താണ് ഇനി എന്ത് ചെയ്യുമെന്ന്, അതായത് ഇനിയിപ്പോ അപ്പീൽ വന്ന ശേഷം മാത്രമേ ഒരു തീരുമാനം ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പീൽ വന്നാൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവൂ എന്നർത്ഥം. അപ്പീൽ വരണം. ആ അപ്പീല് ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ബോർഡിന് അനുകൂലമായിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് എന്താണ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഇങ്ങനെ എന്താണ് പലരും ടെൻഷനോടെയൊക്കെ ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം എന്താണ് ഏകദേശം നല്ല 15,000-ഓളം പേരാണ് ഇപ്പം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDക്ക് കൊടുത്തിരിക്കുന്നത്. പ്യൂണ് വേറെയുണ്ട്. അങ്ങനെ പല ഇതിലേക്കും ആളുകൾ അപേക്ഷ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഇവരിപ്പം അത് നിർത്തിയെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്ന ഒരു കൺഫ്യൂഷൻ തന്നെയാണ് മൊത്തത്തിലായിട്ട് നമുക്ക് ഉള്ളത്. എന്തായാലും അപ്പീലിന്റെ നടപടിക്രമങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് വിചാരിക്കാമെങ്കിലും കുറച്ചു കാലം നീണ്ടുപോകും ആയിരിക്കും. ഒരു മാസമൊക്കെ മിക്കവാറും എടുക്കും. കാരണം സർക്കാർ ഇതുവരെ അപ്പീൽ പോയിട്ടില്ല. അപ്പീൽ ദേവസ്വം ബോർഡ് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കക്ഷികളോടൊക്കെ അവരുടെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി കോടതി സമയം കൊടുക്കും. അപ്പൊ അവരും അതൊക്കെ അപേക്ഷിച്ച ശേഷമായിരിക്കും അടുത്ത ഒരു നടപടി എന്ന രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോവുക. അപ്പോ എന്താണ് എന്നുള്ളത് ഒരു ഇതിലാണ്. ഇപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് കരുതി. അപ്പൊ ഇതിലിവര് പറയുന്നത് നിയമന നടപടികൾ മുഴുവനായിട്ടും ഇവർ നിർത്തിവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഗുരുതര പ്രതിസന്ധിയാണ് ബോർഡ് നേരിടുന്നതെന്നും നമ്മൾ നിയമോപദേശം ഒക്കെ ബോർഡിന് എതിരാണെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ അതും എതിരാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ, ഹൈക്കോടതി വിധി മറ്റു ദേവസ്വങ്ങൾക്കും ബാധകമായേക്കാവുമെന്ന നിയമോപദേശത്തെ തുടർന്നാണ് എന്താണ് മറ്റുള്ള നിയമന നടപടികളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ് നിങ്ങളെ അറിയിക്കുക എന്നത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. അതുകൊണ്ട് നിങ്ങളിലേക്ക് ഇത് എത്തിച്ചു എന്ന് തന്നെയുള്ളൂ. നമുക്ക് എന്തായാലും മറ്റ് രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്ന മുറക്ക് നമുക്ക് നിങ്ങളിലേക്ക് എത്താം എന്ന് വിചാരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേഷൻസും നമ്മൾ നിങ്ങളെ അറിയിക്കും. അത് ചെറിയൊരു അപ്ഡേഷൻ വന്നാൽ പോലും നമ്മളത് അറിയിക്കുന്നതായിരിക്കും. കാരണം അപ്പീൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് എല്ലാവർക്കും അതിന്റെ നിൽക്കുന്നവർക്കും എതിരായി നിൽക്കുന്നവർക്കും എല്ലാം കോടതി എന്താണ് നോട്ടീസും കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ വാദങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അപ്പീൽ പോകുമെന്ന് തന്നെയാണ് ദേവസ്വം മിനിസ്റ്റർ കഴിഞ്ഞ ഈ ഒരു വാർത്ത വന്ന സമയത്തൊക്കെ അറിയിച്ചത്. അതുപ്രകാരം അവരും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇതിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, വളരെ കുറച്ചധികം നമ്മൾ സമ്മർദ്ദം സർക്കാരിലേക്ക് ചെലുത്താം. പെട്ടെന്ന് തന്നെ അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പൊ മൊത്തത്തിലെ ദേവസ്വം ബോർഡിന് നല്ല സമയമല്ലാന്ന് തോന്നുന്നു. അതാണ് കാരണം പല വിഷയങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് നമുക്കറിയാം മണിക്കൂറുകളോളം, ഒരു ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രത്തോളം എന്താണ് സമയമെടുത്താണ് ED ഉദ്യോഗസ്ഥ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി പല പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ അവർ കൈവശം വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ, അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്തും പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും എന്താണ് ദേവസ്വം ബോർഡുകൾക്ക് അല്ലെങ്കിൽ ആ ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ മാറ്റി നമ്മുടെ പരീക്ഷ കൃത്യമായി നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. അതേ നമുക്ക് ഇപ്പൊ പറ്റൂ, വേറൊന്നും നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന രീതിയിൽ നമുക്ക് എന്താണ് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. പുതുതായിട്ട് വരുന്ന എല്ലാ വാർത്തകളും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും. എന്ത് തരത്തിലുള്ള വാർത്തകൾ ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിങ്ങളുമായി എന്താണ് കാര്യങ്ങൾ സംസാരിക്കും. ലൈവിൽ വന്നിട്ട് ലൈവിലാണെങ്കിൽ ലൈവിൽ എങ്ങനെയായാലും നമ്മൾ സംസാരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പം തൽക്കാലം സ്പെഷ്യൽ ടോപ്പിക് അങ്ങ് മാറ്റി വെക്കാം. നിങ്ങളിപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല പല പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവരായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. അത് ഇതിലൊരു തീരുമാനമായിട്ട് നമുക്ക് പഠിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ GK പോർഷനും മാത്സും ഒക്കെ പഠിച്ചങ്ങ് പോവുക. മലയാളമൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്. മറ്റു കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, VFAക്കും വെബ്കോയ്ക്കും ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് GK ഉപകാരമാണ്. കാരണം 1-2 കാര്യങ്ങൾ GK മോട്ടോർ വാഹനവും സഹകരണവും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് ബാക്കി കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഇതിലൊരു തീരുമാനമായിട്ട് നമുക്ക് ബാക്കി സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. അതിന്റെ ഗംഭീരമായ ഒരു മാരത്തോൺ ക്ലാസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ തൽക്കാലം എന്താണ് മറ്റ് GK ടോപ്പിക്സും ഇംഗ്ലീഷും എന്താണ് സയൻസും മലയാളം ഒക്കെ പഠിച്ച് ബെപ്കോയും അതുപോലെ VFAയും കമ്പനി ബോർഡും അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഒന്ന് തയ്യാറെടുക്കുക. കാരണം അതിന്റെ GK ഒക്കെ നമുക്ക് ഇവിടെ ഉപകാരപ്പെടും. GK എല്ലാ സ്ഥലത്തും കറണ്ട് അഫയേഴ്സ് ഉപകാരപ്പെടും. സ്പെഷ്യൽ ടോപ്പിക് മാത്രം നമ്മൾ ഒന്ന് മാറ്റിവെക്കുക. പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട മലയാളത്തിന്റെ കുറച്ച് ഏരിയയും ഇത് രണ്ടും നമുക്ക് ഇതിന്റെ കാര്യം അറിഞ്ഞിട്ട് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തായാലും നമുക്ക് സിലബസ് വരും. അത് വന്ന ഒരു മാസം പഠിക്കാനുണ്ടാവും. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 10-20 ദിവസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അത് നമ്മൾ ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു തരും. ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇതേ പറയാൻ പറ്റൂ, വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി നമുക്ക് കാണാം.